ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. പരമസത്യം യുദ്ധങ്ങൾ കൊണ്ടോ വാദകോലാഹലങ്ങൾ കൊണ്ടോ തെളിച്ചെടുക്കേണ്ടതല്ല. അത് ശ്രവണ മനന ധ്യാനാദി സാധനാമാർഗങ്ങളിലൂടെ ചിത്തശുദ്ധി നേടി സാക്ഷാത്കരിച്ച് അനുഭവിക്കാനുള്ളതാണ്. വാദകോലാഹലങ്ങളും യുദ്ധങ്ങളും ഒരിക്കലും അവസാനിക്കുകയില്ല. ഇക്കാര്യം ഗുരുദേവൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. 46-ാം ശ്ലോകം. പൊരുതു ജയിപ്പതസാധ്യമൊന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല. പരമതവാദിയിതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒന്നിനോടൊന്ന്, ഒരു മതം മറ്റൊരു മതത്തോട് പൊരുതു ജയിപ്പത്, യുദ്ധം ചെയ്ത് വിജയം നേടാമെന്ന് കരുതുന്നത് അസാധ്യം, ഒരിക്കലും പ്രായോഗികമല്ല. ഒരു മതവും ഒരു മതത്തെയും പൊരുതാലൊടുങ്ങുകയില്ല, യുദ്ധം ചെയ്ത് നശിപ്പിക്കാമെന്ന് കരുതേണ്ട. പരമതവാദി, അന്യമതത്തെ നിന്ദിക്കുന്നയാൾ ഇതോർത്തിടാതെ, ഈ നിയമം ധരിക്കാതെ പൊരുതു പൊലിഞ്ഞിടും, യുദ്ധത്തിനിറങ്ങിയാൽ സ്വയം പതിച്ചു നശിക്കും എന്ന ബുദ്ധി വേണം, എന്ന വിവേകം ഉണ്ടാകേണ്ടതാണ്. ഒരു മതം മറ്റൊരു മതത്തോട് യുദ്ധം ചെയ്ത് വിജയം നേടാമെന്ന് കരുതുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. ഒരു മതത്തെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കാമെന്ന് കരുതണ്ട. അന്യമതത്തെ നിന്ദിക്കുന്നയാൾ ഈ നിയമം ധരിക്കാതെ യുദ്ധത്തിനിറങ്ങിയാൽ സ്വയം പതിച്ചു നശിക്കുമെന്ന വിവേകം ഉണ്ടാകേണ്ടതാണ്. പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒന്നിനോട് മറ്റൊന്ന് പൊരുതി വിജയം നേടുക ഒരിക്കലും സാധ്യമല്ല. വാദകോലാഹലം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒരു മതത്തെയും നശിപ്പിക്കാൻ പറ്റുകയില്ല. ഈ സത്യം ധരിക്കാതെ പരമതങ്ങളോട് വഴക്കും വാദവുമായി പുറപ്പെടുന്നവർ വിദ്വേഷ മാത്സര്യങ്ങളിൽപ്പെട്ട് സ്വയം പതിച്ച് നശിക്കുകയായിരിക്കും ഫലം എന്ന് നല്ലതുപോലെ ഓർക്കേണ്ടതാണ്. മനുഷ്യ ചരിത്രത്തിൽ ആരംഭം മുതൽ തന്നെ മതത്തിനു വേണ്ടിയുള്ള കുരിശ് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതായി കാണുന്നു. മതത്തിനു വേണ്ടി അനേകം പേരെ കൊന്നിട്ടുണ്ട്, രക്തപ്പുഴകൾ ഒഴുക്കിയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും മതം ഇതുകൊണ്ട് പരമമായി വിജയിക്കുകയോ മറ്റേതെങ്കിലും മതം ഇതുകൊണ്ട് പൂർണ്ണമായി പരാജയപ്പെടുകയോ ചെയ്തതായി കാണുന്നില്ല. നേരെ മറിച്ച് പരമസത്യം എന്തെന്നറിയാതെ നടത്തുന്ന ഇത്തരം മനുഷ്യക്കുരുതികൾ ചിന്താശീലന്മാരുടെ ഉള്ളിൽ ഈശ്വരനോടും സത്യത്തോടും വെറുപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആധുനിക കാലത്ത് മതം ഒരു മയക്കുമരുന്നാണെന്ന് കുറേ പേർ ചിന്തിക്കാനിടയായത്. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വൈകൃതങ്ങൾ കണ്ടാൽ പെട്ടെന്നാരും അങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ അസാംഗത്യമില്ല. എല്ലാ മതങ്ങളും മാർഗങ്ങൾ മാത്രമാണ്. മതത്തിൻ്റെ ചടങ്ങുകളായി ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആചാരങ്ങളും ഇഷ്ടദേവന്മാരുമാണ് പലപ്പോഴും മതകലഹങ്ങൾക്ക് രൂപം നൽകുന്നത്. ഇവയെല്ലാം ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കുമുള്ള ഉപായങ്ങൾ മാത്രമാണ്. ശുദ്ധമായി ഏകാഗ്രപ്പെടുന്ന ഹൃദയത്തിൽ ബോധസ്വരൂപനായ ആത്മാവ് തെളിയും. ഈ ആത്മാവാണ് സത്യം. ഇതറിയുന്നയാൾക്ക് എല്ലാ മതങ്ങളും ആദരണീയങ്ങളാണ്. വിദ്വേഷവും മാത്സര്യവും ശത്രുത്വവും സത്യത്തിൻ്റെ മാർഗമല്ല. അവ ചിത്തത്തെ അശുദ്ധമാക്കി സത്യത്തെ കൂടുതൽ മറച്ചു കളയുകയേ ഉള്ളൂ. ഏതെങ്കിലും മതത്തിൽ എത്ര ദൃഢമായ വിശ്വാസമുണ്ടായാലും മതമാത്സര്യാദി ആസുര സമ്പത്ത് വളർത്തുന്നവർ ഈശ്വരനിൽ നിന്നും അകന്ന് പതിച്ചു പോവുകയേ ഉള്ളൂ. മതകലഹങ്ങൾ ഇളക്കി വിടുന്നവർ ഇക്കാര്യം നല്ലവണ്ണം ഓർക്കണം. ആദ്യം അവർ തന്നെ സ്വയം പതിക്കും. തുടർന്ന് അനുയായികളെ പതിപ്പിക്കുകയും ചെയ്യും. സഹജീവികളെ കുരുതി കൊടുക്കാനും രക്തപ്പുഴയൊഴുക്കാനുമാണ് ഈശ്വര അന്വേഷണമെങ്കിൽ ആ മതവും ഈശ്വരനും ചിന്താശക്തിയുള്ളവർക്ക് അംഗീകാര്യമാവുകയില്ല. സ്നേഹവും കാരുണ്യവും സമഭാവനയുമാണ് സത്യമാർഗം. ഈ ഗുണങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തി സ്വയം അതിവേഗം സത്യത്തോടടുക്കും. അയാൾക്കു മാത്രമേ അനുയായികളെയും ഈശ്വരനോടടുപ്പിക്കാൻ കഴിയൂ. ഈ ഗുണങ്ങൾ സ്വയം ജീവിതത്തിൽ പരീക്ഷിച്ച് പൂർണ്ണ സത്യം അനുഭവിച്ചറിഞ്ഞയാളാണ് ഗുരുദേവൻ. അതുകൊണ്ടാണ് പരമതവാദം ഉപേക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുദേവ വാക്യം ഈ പശ്ചാത്തലത്തിൽ ചിന്തിച്ചറിയേണ്ടതാണ്. ഏകമതം സാധിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. സത്യമൊന്നേയുള്ളൂ.
പലതുണ്ടാവാൻ ഒക്കുകയില്ല. ആ സത്യം അറിഞ്ഞയാളിന് ഒരിക്കലും മതഭേദമില്ല. അദ്ദേഹത്തിന് ആരോടും വാദവുമില്ല. ഇക്കാര്യമാണ് അടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.